ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആയിരുന്നു. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന തലയിൽ എണ്ണയൊക്കെ ഇട്ടിരിക്കുന്ന സമയത്താണ് നാളെ അനുവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ എന്ന് വിചാരിച്ചത്. ആ തലയിൽ എണ്ണയും വാരി കെട്ടി ഞാൻ നേരെ സ്പെൻഡോയിലേക്ക് പോയി. എന്ത് മേടിക്കുന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായില്ല. ഒരു കേക്കും ഗിഫ്റ്റും വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവൾ കുറച്ച് ദിവസം മുമ്പ് ആഷിയുടെ കൂടെ പോയപ്പോൾ ഇതുപോലൊരു ഹെഡ്സെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടു. അപ്പോൾ അത് തന്നെ മേടിച്ചേക്കാൻ വിചാരിച്ചു. അതിന് ശേഷം ഞാനും ആഷിയും കൂടെ KFCയിൽ പോയിട്ട് ചെറുതായിട്ടൊന്ന് ഫുഡ് കട്ടി. ആഷിനെ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. അവൾ വർക്ക് കഴിഞ്ഞ് വരുമായിരുന്നു. വർക്ക് ചെയ്യുന്ന നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ KFC കയറി ഓരോ ഷേക്കും പിന്നെ ഒരു കോംബോ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ അടിച്ചതിന് ശേഷം നേരെ നെറ്റോയിലേക്ക് പോയി. ഇവിടെ നമ്മൾ കേക്ക് അന്വേഷിച്ച് പോയതാണ് കേട്ടോ. ഞങ്ങൾ മോസ്റ്റ്ലി ഫ്രോസൺ കേക്ക് വാങ്ങിച്ചാണ് കട്ട് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ബുക്കൊക്കെ ചെയ്യണമെന്ന് നടക്കാത്തതുകൊണ്ട് ഫ്രോസൺ കേക്ക് വാങ്ങിക്കാൻ വിചാരിച്ച് പോയതാണ്. അവിടെ ചെന്നപ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ കേക്ക് കിട്ടില്ല. സ്ലൈസ് കേക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ള വേറെ ഷോപ്പിലേക്ക് പോയത് എടേക്കാന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. ഇവിടെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഈസ്റ്റർ ആവാറായതുകൊണ്ട് ഇഷ്ടം പോലെ ഈസ്റ്റർ ബണ്ണീസിൻ്റെ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇൻ്ററിൻ്റെ ഈ ഒരു ബണ്ണിയുടെ ചോക്ലേറ്റും ഞങ്ങൾ എടുത്തു. ആഷിങ്ങനെ ചില സമയത്തൊക്കെ എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞങ്ങളവിടെ കേക്ക് പിന്നെയും തപ്പി നടന്നു. കുറച്ചധികം ഞങ്ങൾ കഷ്ടപ്പെട്ടു അവിടെ കേക്ക് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും കുറേ ടൈപ്പ് കേക്ക് ഉണ്ട്. ഏത് എടുക്കുന്നുള്ള കൺഫ്യൂഷനായി. കാണാൻ ഭംഗിയുള്ളത് വേണോ, കഴിക്കാൻ ടേസ്റ്റ് ഉള്ളത് വേണോ, എന്ത് വേണമെന്ന് ആലോചിച്ച അവസാനം നമ്മൾ റിസ്ക് എടുക്കണ്ട, നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ച കേക്ക് തന്നെ മേടിക്കാൻ വിചാരിച്ചു. ഇതൊരു ആൽമണ്ടിൻ്റെ കേക്കാണ്, ചീസ് ഫ്ലേവറാണ്, പക്ഷേ അടിപൊളി കേക്കാണ് കേട്ടോ. അങ്ങനെ കടയിൽ കിടക്കുന്നതിന് മുമ്പ് കേക്കും കിട്ടി, അവൾക്കുള്ള ഗിഫ്റ്റും കിട്ടി. അത് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന വരവാണ് ഈ കാണുന്നത്. ഇനി ക്യാൻഡിൽസ് മേടിക്കണം. വീട്ടിൽ വന്ന് ഞങ്ങൾ അക്കേനെ അറിയിച്ചതിന് ശേഷം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയിരിക്കാൻ വിചാരിച്ചു. ഞങ്ങൾ ഒരു ഐഡിയ ഇല്ലാത്ത പോലെ ഇരിക്കണം. അനുവിനെ എല്ലാവരും വിളിച്ച് വിഷൊക്കെ ചെയ്യുന്നുണ്ട് നാട്ടിൽ നിന്ന്. ഞങ്ങൾ മൈൻഡേ കൊടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ ഫ്രിഡ്ജിൽ കേക്കൊക്കെ പോയെന്ന് വെച്ചാൽ ഞങ്ങൾ എടുത്ത് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ വീട്ടിലൊരു ഹാപ്പി ബർത്ത്ഡേ ഒരു ഇങ്ങനെ ലൈറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ മേളിലൊരു ക്യാൻഡിലും കൂടെ കുത്തി വെച്ച് കത്തിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അതിൻ്റെ അടുത്തേക്ക് പോയി. വീഡിയോയിൽ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത്. അവൾ ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. അതിൻ്റെ 2 ഫ്രണ്ട്സ് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്കൊന്നും അറിയില്ലായിരുന്നു. അവർക്ക് ഓൾസോ ഇതൊരു സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് ഹഗ്ഗൊക്കെ ചെയ്ത് അവളുടെ സർപ്രൈസ് ആയതിൻ്റെ ഒരു ഇത് ആ ഹഗ്ഗിലുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അക്ക പോയി കിടന്നു, പിള്ളേരും കിടന്നു. പിള്ളേർക്ക് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നുകൊണ്ട് അവരെ എണീച്ചിട്ടുണ്ടായില്ല. അതിനുശേഷം ഞങ്ങൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. 2 നമ്മൾ മേടിച്ച ഗിഫ്റ്റ് കേട്ടോ. ആ ബണ്ണിനെ കാണാൻ എനിക്ക് ശരിക്കും അവളെ പോലെ തോന്നിയോണ്ട് ഞാൻ ആ ബണ്ണി മേടിച്ചത്. അങ്ങനെ അനുവിന് കൊണ്ടുപോയിട്ട് ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ അനു ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത്. അവൾ ഓൾറെഡി ഒരു കോളിലായിരുന്നു. നാട്ടിൽ നിന്ന് എല്ലാവരും 12 മണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൾ കോളിലായിരുന്നു. അതിന് ശേഷം അതിന് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ നീ ഇത് വേണമെന്ന് പറഞ്ഞല്ലേ, ആഷിയുടെ കൂടെ പോയപ്പോൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചെന്ന് അവൾക്ക് മനസ്സിലായി. നെക്സ്റ്റ് ടൈം ഞങ്ങൾ അനുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഗൈസ്, ബൈ ബൈ.